ഹലോ എവരിവൺ, എംബിഗ്ലോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമാറ്റ് എക്സാമിന് വേണ്ടി ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷനാണ് എല്ലാവരും. അപ്പോൾ കെമാറ്റ് എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അപ്പം അതിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒരു കൂടി നിങ്ങൾ ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ ജനറലി കുറച്ച് ഗൈഡ് ലൈൻസിൽ പറയുകയാണ്. ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രിപ്പറേറ്ററി ആയിട്ട് ശ്രദ്ധിക്കേണ്ട മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഒന്ന്, നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് വരുവാണെങ്കിൽ കെമാറ്റ് കേരള www.kerala.gov.in വെബ്സൈറ്റിലേക്ക് പോവുക. നിങ്ങൾ മിസ്സായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇവിടെ തന്നെ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ഗവൺമെൻറ് ഓർഡേഴ്സ് നോട്ടിഫിക്കേഷൻ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ, ഗവൺമെൻറ് ഓർഡേഴ്സ് കാണുന്നുണ്ട്. ഇതിൽ നമ്മൾ ഗവൺമെൻറ് ഓർഡേഴ്സ് എടുത്ത് നോക്കാം. ഗവൺമെൻറ് ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും അഡ്മിറ്റ് കാർഡ് വന്നത്, അതിനുശേഷം നോട്ടിഫിക്കേഷൻ, ഇൻസ്ട്രക്ഷൻ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഞാൻ ആദ്യം നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് നോക്കാം. നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ച ശേഷം തിരിച്ചു വരാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷനിൽ ഇവിടെ അഡ്മിറ്റ് കാർഡ് കളർ പ്രിൻ്റ് എടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കളർ പ്രിൻ്റ് എടുക്കാൻ ആളുകൾ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കളർ പ്രിൻ്റാണ് എല്ലാവരും എടുത്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രിഫറബിളി കളർ പ്രിൻ്റ് ആണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ എന്ത് പ്രിൻ്റ് എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കളർ പ്രിൻ്റ് തന്നെ എടുക്കുക. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ മെമ്മോ ഡീറ്റെയിൽസ് മറ്റ് എററും ഒക്കെ ക്ലാരിഫൈ ചെയ്യാനുള്ള സമയം ഇന്ന് 2 മണിക്ക് സമാപിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ലിയർ ചെയ്തിട്ട് അങ്ങനെയുള്ളവർ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻ്റാണ്. നിങ്ങൾ തിരിച്ചിവിടെ വരുവാണെങ്കിൽ എഗെയിൻ നോട്ടിഫിക്കേഷനോടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ നിങ്ങളാരും മിസ്സാക്കാണ്ടിരിക്കുക. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്ട്രക്ഷൻ്റെ ഒരു സമ്മറിയിലേക്ക് നോക്കാം. ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാം. അഗെയിൻ ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, കെമാറ്റ് ഓൺലൈൻ പ്രവേശന പരീക്ഷ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ എന്ന് പ്രത്യേകം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അഗെയിൻ 2024-25 അധ്യയന വർഷത്തിൽ കെമാറ്റ് പ്രവേശന പരീക്ഷ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. പ്രവേശന പരീക്ഷ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അഡ്മിറ്റ് കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടെന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഉദ്ദേശം എഴുതിയിരിക്കുന്നത് അഡ്മിറ്റ് കാർഡുമായിട്ട് പരീക്ഷ സമയം നിർദ്ദേശ സമയത്ത് എത്തേണ്ടതാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയാനുള്ളത്. എഗെയിൻ എക്സാം 1:30-ക്കാണ്, പക്ഷെ നമ്മളോട് 12 മണിക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സ് നമുക്ക് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഏകദേശം 60 50-നടുത്തോളം എക്സാം സെൻറ്റേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം 46-48 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട് ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ. ഏകദേശം ഒരു 4 എക്സാം സെൻറ്റർ, കൊല്ലത്തൊരു 4, പത്തനംതിട്ട 3, അങ്ങനെ ഏകദേശം എല്ലാ ജില്ലകളും ഇടുക്കി ജില്ലയിലൊക്കെ ഒരു എക്സാം സെൻറ്റർ ഉള്ളൂ. എറണാകുളത്ത് തന്നെ 9 എക്സാം സെൻറ്റർ ഉള്ളതായിട്ടാണ് നമുക്ക് ഏകദേശം അറിയാൻ കഴിയുന്നത്. തൃശ്ശൂരൊക്കെ 6 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. കോഴിക്കോടൊക്കെ ആണെങ്കിൽ 3. പിന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലൊക്കെ ഓരോ എക്സാം സെൻറ്റേഴ്സ് ഉള്ളതായിട്ട് അറിയുന്നുള്ളൂ. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കിയിലൊക്കെ ഓരോ എക്സാം സെൻറ്റേഴ്സേ ഉള്ളൂ. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ 3, 4, 5, ഈവൻ എറണാകുളത്താണെങ്കിൽ 9, 10 എക്സാം സെൻറ്റേഴ്സ് ഉള്ളതായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഈ എക്സാം സെൻറ്റേഴ്സിലേക്ക് എത്താനുള്ള റൂട്ട്, മറ്റു കാര്യങ്ങളൊക്കെ നിശ്ചയമാക്കി വെക്കുക. അത് എത്ര ദൂരമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കാരണം എക്സാമിന് വൈകി മിസ്സായ അനുഭവങ്ങളുണ്ട് പലർക്കും. വൈകി ലേറ്റായിട്ട് വന്നാൽ ഒരിക്കലും എക്സാം ഹാളിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 12 മണി എന്ന സമയം പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ തന്നെ എത്തി ചില പ്രോസസ്സുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇത്രയും നേരത്തെ എത്തി ഉള്ള തയ്യാറെടുപ്പോടെ വന്ന് എക്സാമിന് വേണ്ടി നേരത്തെ വന്ന് ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി, ദൂരമൊക്കെ മനസ്സിലാക്കി നേരത്തെ വന്ന് അതിനെ എക്സാം നേരത്തെ വന്ന് പ്രിപ്പയർ ആയിട്ട് എക്സാം സെൻറ്ററും ഒക്കെ നേരത്തെ റെഡി ആയിട്ടിരിക്കാം. അഗെയിൻ ഇവിടെ റിപ്പോർട്ടിങ് രണ്ടാമത് പറഞ്ഞത് ആദ്യം തന്നെ വന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജായിട്ട് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് ആണ്. സെക്കൻഡിൽ റിപ്പോർട്ടിംഗ് അവസാനിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ പരിചയപ്പെടുത്താൻ മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അപ്പം ആദ്യം നിങ്ങൾ 12 മണി മുതൽ 1 മണി ഒരു സമയത്ത് റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ അതിനുശേഷം ഒരു മോക്ക് ടെസ്റ്റ് ഉള്ളതായിട്ടാണ് പറയുന്നത്. തുടർന്ന് പരീക്ഷ നടത്തും. ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ സൂചിപ്പിച്ചത്. 1:15 മോക്ക് ടെസ്റ്റ്, 15 മിനിറ്റ് പിന്നീട് പരീക്ഷ നടത്തും. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷ 3 മണിക്കൂറും 180 ക്വസ്റ്റ്യൻസുമാണുള്ളത്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ്. എഗെയിൻ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യാനായി റിപ്പോർട്ടിംഗ് പോയിന്റ് വിതരണം ചെയ്യുന്ന അസസ് കാർഡ് വിദ്യാർത്ഥികളുടെ സീറ്റ് നമ്പർ
യൂസർ നെയിം, പാസ്വേഡ് എന്നിവ അടങ്ങിയിരിക്കും. അതായത് അഡ്മിറ്റ് കാർഡ് കൂടാണ്ട് മറ്റൊരു ഒരു 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 രേഖ അല്ലെങ്കിൽ മറ്റൊരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അസസ് കാർഡാണ്. അസസ് കാർഡ് എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്? റിപ്പോർട്ടിംഗ് പോയിന്റിലാണ്. അതായത് നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിയ ശേഷമാണ് അസസ് കാർഡ് നിങ്ങൾക്ക് കിട്ടുക. അസസ് കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ മിക്കവാറും ഒരു കമ്പ്യൂട്ടർ ലാബിലൊക്കെ ആയിരിക്കും എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എക്സാം സെൻറ്റേഴ്സ് നടക്കുന്ന മിക്കതും എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ആയിട്ട് കോളേജുകളിലായിട്ടാണ് ഇത്തവണ എല്ലാ എക്സാം സെൻറ്റേഴ്സ് നടക്കുന്നത്. ഗവൺമെൻറ് കോളേജുകളോ അങ്ങനത്തെ സ്ഥാപനങ്ങളിലൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഗവൺമെൻറ് കോളേജുകളിൽ അല്ലെങ്കിൽ ACTയുടെ കീഴിലൊക്കെയുള്ള ആ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ MBA കോളേജുകളിലൊക്കെ ആയിട്ടാണ് എക്സാംസ് നടക്കുന്നത്. അപ്പോൾ അവരുടെ എക്സാമൊക്കെ അവരുടെ ആ കോളേജുകളുടെ കമ്പ്യൂട്ടർ ലാബുകളിലൊക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ അവിടെ നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ സീറ്റ് നമ്പർ, യൂസർ നെയിം, പാസ്വേഡ്, ആ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യാനായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ആ സീറ്റ് നമ്പർ എവിടെയാണ് ഇരിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു 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 റൈറ്റപ്പാണ്, ഒരു ചെറിയൊരു കാർഡാണ്. അതാണ് അസസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അസസ് കാർഡ് നമുക്ക് എക്സാം സെൻറ്ററിൽ നിന്ന് കിട്ടുള്ളൂ, റിപ്പോർട്ടിംഗ് പോയിന്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പം അഡ്മിറ്റ് കാർഡ് വേറെ, അസസ് കാർഡ് വേറെ. അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയൊക്കെയുള്ള നിങ്ങൾ എക്സാം എഴുതാനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അഡ്മിറ്റ് കാർഡ് കാണിച്ചാലേ നിങ്ങൾക്ക് അസസ് കാർഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്തെങ്കിലും കൊണ്ടുവരേണ്ടതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മറ്റൊരു സുപ്രധാന കാര്യം, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യം, പക്ഷേ ഒരുപക്ഷെ ഇത് വായിക്കാത്തതുകൊണ്ടാകാം, കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈവശം വെക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അത് പരീക്ഷ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രവേശന പരീക്ഷ അവസാനിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് നേരത്തെ പരീക്ഷ കഴിഞ്ഞു എന്നങ്ങനെ ഇറങ്ങിപ്പോകാനായിട്ട് അനുവദിക്കുന്നില്ല എന്നാണ് പ്രത്യേകം ചെയ്തിട്ടുള്ളത്. 3 മണിക്കൂർ, അതായത് 4 കഴിഞ്ഞാൽ 4:00 തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, രക്ഷിതാക്കൾ ഓൺലൈൻ പരീക്ഷ നടത്തുന്ന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളല്ല. അപ്പോൾ അവർ രക്ഷിതാക്കൾക്ക് ആ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളല്ല എന്ന് എഴുതിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആവശ്യം വേണ്ട സാമഗ്രികൾ, പേന, പെൻസിൽ എന്നിവ കൈ കരുതേണ്ടതുമാണ്. അത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ റൈറ്റിംഗ് മെറ്റീരിയൽസ്, നിങ്ങൾ പേന, പെൻസിലൊക്കെ നിങ്ങൾ കൊണ്ടുപോകാം. പക്ഷേ നിങ്ങൾക്ക് അവിടെ റെഫർ ചെയ്യാനായിട്ട്, അവരുടെ സംശയമാണ്, റെഫർ ചെയ്യാനായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽ തരുമോ? മുൻ പരീക്ഷയ്ക്ക് റെഫർ ചെയ്യാനായിട്ടൊരു പേപ്പർ നിങ്ങൾക്ക് കൊടുത്തിരുന്നു. അപ്പം അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പേന, റൈറ്റിംഗ് മെറ്റീരിയൽസ് കുട്ടികൾ കൊണ്ടുപോകണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻവിജിലേറ്റർ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പരീക്ഷ ഹാളിൽ പ്രവേശിച്ച വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് അനുവദിച്ച ഇരിപ്പിടങ്ങൾ മാത്രമേ, നിങ്ങളുടെ സീറ്റ് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് അഡ്മിറ്റ് കാർഡ് സൂചിപ്പിച്ചിരുന്ന റിപ്പോർട്ടിംഗ് സമയത്ത് തന്നെ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. പരീക്ഷ സംബന്ധമായ മറ്റ് രേഖകൾ നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിലുള്ള ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഇതിൻ്റെ ജനറലി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആഡ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഒരു പക്ഷേ അതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളിലും കൂടെ ചേർത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ വായിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ റെഫർ ചെയ്യാനുള്ള ഒരു പേപ്പർ സാധാരണ അവിടെ നിന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഹാൾ ടിക്കറ്റ് ഒരു പക്ഷേ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സമയത്തെത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സമയത്തെത്തുക, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കാണിച്ച്, അഡ്മിറ്റ് കാർഡും ID ഉണ്ടാവണം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ ഏതെങ്കിലും ID, വോട്ടേഴ്സ് IDയോ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ ഏതൊരു ID ഉണ്ടായിരിക്കണം. ആ ID കാണിച്ച് നിങ്ങളുടെ അസസ് കാർഡ് കൈവശമാക്കുക. എന്നിട്ട് കമ്പ്യൂട്ടർ ലാബിൽ എൻ്റർ ചെയ്യുക, മോക്ക് ടെസ്റ്റ് അപ്പിയർ ചെയ്യുക, അഗെയിൻ 1:30 പരീക്ഷ തുടങ്ങുക. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇനി CBT ഗൈഡ് ലൈൻസ്, അതൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. CBT ഗൈഡ് ലൈൻസ് വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ ഇവിടെ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ CBT ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. CBT ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ നിർദ്ദേശങ്ങൾ. ഇതിനെപ്പറ്റി ചെറിയ ബ്രീഫിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ടൈമിംഗ് കൊടുത്ത കാര്യം ശ്രദ്ധിക്കുക. ഇനി മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അസസ് കാർഡ്, കാൻഡിഡേറ്റ്സ് മസ്റ്റ് റിപ്പോർട്ട് അറ്റ് ദ വെന്യൂ അറ്റ് ടൈം ഷോൺ. അസസ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. അഗെയിൻ യൂസ് ഓഫ് ദ കീബോർഡ് ഡ്യൂറിങ് ദ എക്സാം ഹാൾ ഈസ് സ്ട്രിക്ട്ലി നോട്ട് അലൗഡ്. അപ്പോൾ കീബോർഡ് ഉപയോഗമില്ല. അപ്പം അതല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുക. പക്ഷേ വെർച്വൽ കീബോർഡ് ലഭ്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെർച്വൽ കീബോർഡും മൗസും ഒക്കെ ഉപയോഗിച്ചായിരിക്കണം നിങ്ങൾ മാർക്കൊക്കെ ചെയ്യേണ്ടത്. ഈ മോക്ക് ടെസ്റ്റിനെ പറ്റി പറഞ്ഞിട്ട് 15 മിനിറ്റ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെൻ്റ് പ്രൊസീജിയർ പറയുന്നുണ്ട്. ഇനി ഓരോ ആഫ്റ്റർ ഷെഡ്യൂൾഡ് മോക്ക് ടെസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റഡ് ഇൻ ടു ദ എക്സാം സെൻറ്റർ. അതായത് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഒറിജിനൽ എക്സാമിൻ്റെ എക്സാം സ്ക്രീനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയാണ്. ദെൻ കാൻഡിഡേറ്റ് ക്യാൻ അറ്റൻഡ് ദ ടെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവിജിലേറ്ററോട് ചോദിക്കുക. ദർ വിൽ ബി ടൈമർ. ഇതൊക്കെ നേരത്തെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്കൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടിയാണ്. ദർ വിൽ ബി ടൈമർ ഓൺ ദ ടോപ്പ് റൈറ്റ് കോർണർ. ടൈമർ എവിടെ ഉണ്ടാവും? ടോപ്പ് റൈറ്റ് കോർണർ ടൈമർ ഉണ്ടാവും. ആൻഡ് ഓഫ് വിച്ച് കാൻഡിഡേറ്റ്സ് എത്ര ടൈം ബാക്കിയുണ്ടെന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ 180 മിനിറ്റിൽ നിന്ന് പുറകോട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ 3 hours 00, അപ്പോൾ 2 hour അങ്ങനെ പുറകോട്ടേക്ക് പോകുന്നുണ്ടാവും. അപ്പം ആ ടൈമർ കാണിക്കുന്ന സമയം ബാക്കിയുള്ള സമയമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ടൈമാണ് കാണിക്കുന്നത് 3 മണിക്കൂറിനാണ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻസ് വിൽ ബി ഡിസ്പ്ലേഡ് 1 by 1. ദ ഓപ്ഷൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ഓൾസോ ഡിസ്പ്ലേഡ് അലോങ് വിത്ത് ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് കാണാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ലോഡഡ് ബൈ ക്ലിക്കിംഗ് സേവ് നെക്സ്റ്റ് and save previous button respectively. Candidate can answer the question by clicking the selection box left to the appropriate option. ഓപ്ഷൻ്റെ അടുത്തൊരു സെലക്ഷൻ ബോക്സ് ഉണ്ട്, അത് നോക്കി നിങ്ങൾ ശരിയായ ഉത്തരം, നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം, നിങ്ങൾക്ക് കറക്റ്റായി തോന്നുന്ന ഉത്തരം മാർക്ക് ചെയ്യാം. ആഫ്റ്റർ സെലക്ടിങ് എ ഡിസയർ ഓപ്ഷൻ ക്ലിക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് ആൻഡ് സേവ് ആൻഡ് പ്രീവിയസ് ഫോർ ബട്ടൺ ടു സേവിങ് ദ ഓപ്റ്റ് റെസ്പോൺസ്. അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് അത് സേവ് ആവുള്ളൂ, ആഫ്റ്റർ അത് അടുത്തേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്ക് റെസ്പോൺസ് ക്യാൻ ബി ക്ലിയർ ബൈ ക്ലിക്കിംഗ്. ഒരിക്കൽ നിങ്ങൾ മാർക്ക് ക്ലിയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ക്ലിയർ റെസ്പോൺസ് ബട്ടൺ വെച്ച് ക്ലിയർ ചെയ്യാനും പറ്റുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്ക് ഫോർ റിവ്യൂ ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ക്യാൻ മാർക്ക് ദ ക്വസ്റ്റ്യൻസ് ഫോർ റിവ്യൂ ആഫ്റ്റർ ക്ലിക്കിംഗ് ദ ബട്ടൺ. ദ ക്വസ്റ്റ്യൻ മാർക്ക് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ഓറഞ്ച് കളർ. ഓക്കെ, അത് നിങ്ങളുടെ ആ പാലറ്റിൽ ഓറഞ്ച് കളർ കാണാൻ പറ്റും. അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ വന്നൊരു സംശയ നിവാരണം, സംശയം ഒന്ന് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ ഉത്തരം ഒന്നുകൂടെ പുനഃപരിശോധിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പോകാം. അതുപോലെ പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആൻസർ ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയില്ല വീണ്ടും വന്നിട്ട് ശ്രമിക്കാമെന്ന അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയാണല്ലോ, നമുക്ക് കുറേ സമയം എടുക്കുന്നു, അപ്പോൾ നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് പോകും, നമുക്ക് വീണ്ടും വന്ന സമയം ഉണ്ടെങ്കിൽ നോക്കാൻ വിചാരിച്ചാൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പോകാം. അപ്പോൾ അങ്ങനെ രണ്ട് രീതി മാർക്ക് ചെയ്യുക, ആൻസർ ആൻഡ് മാർക്ക്, നോട്ട് ആൻസർഡ് ആൻഡ് മാർക്ക്. അപ്പം ദ ക്വസ്റ്റ്യൻ വിൽ ബി സേവ്ഡ് ആസ് ആൻസർഡ് ആൻഡ് മാർക്ക്. സച്ച് ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്പ്ലേഡ് വയലറ്റ്. അതായത് നിങ്ങൾ മാർക്ക് ആൻസർ ചെയ്തിട്ടാണ് മാർക്ക് ഫോർ റിവ്യൂ അയച്ചിട്ടുണ്ടെങ്കിൽ അത് വയലറ്റ് കളറിലായിരിക്കും. അപ്പോൾ മാർക്ക് ചെയ്യാതെ വരുമ്പോഴായിരിക്കും ഓറഞ്ച് എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഫോർ ക്ലിയറിംഗ് ദ മാർക്ക് ഫോർ റിവ്യൂ ക്വസ്റ്റ്യൻ സെലക്ട് ദ മാർക്ക് ക്വസ്റ്റ്യൻ ക്ലിക്ക് മാർക്ക് ഫോർ റിവ്യൂ ബട്ടൺ അഗെയിൻ. ഓക്കെ, അത്രയുമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അഗെയിൻ മാർക്ക് ഫോർ റിവ്യൂ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്ത ശേഷം മാർക്ക് ഫോർ റിവ്യൂ ചെയ്താലും അതൊരു ആൻസേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്നാണ് പരിഗണിക്കുക. ആൻസർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. If an answer is selected for a question is marked for review, the answer will be considered for the final evaluation. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നിങ്ങൾ ആൻസർ ചെയ്തു, മാർക്ക് ഫോർ റിവ്യൂ ചെയ്തിട്ട് പോയി, പക്ഷേ പിന്നീട് മാർക്ക് ഫോർ റിവ്യൂ മാറ്റാൻ മറന്നുപോയി, അതൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അതൊരു ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പരിഗണിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. The ballot on the right side screen displays the question numbers and their status such as answered, unanswered, mark for review. അപ്പം ഓരോ സ്റ്റാറ്റസും റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒരു ഐഡിയ വെച്ച് പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. ദ ക്വസ്റ്റ്യൻ നമ്പർ ballot on the right side of the question can be used to go to particular question. ഇതാണ് ചില ആളുകൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നമുക്ക് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ പോകാനായിട്ട് നമുക്ക് പറ്റും. അതായത് യൂഷ്വലി സംഭവിക്കാറുള്ള ഒരു സെക്ഷൻസ് എല്ലാം ഒരുമിച്ചായിരിക്കും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷിൻ്റെ പാർട്ടാണെങ്കിൽ പിന്നെ മിക്കവാറും ഒരു 50 ക്വസ്റ്റ്യൻ വരെ ഇംഗ്ലീഷ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 51ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അടുത്ത സെക്ഷൻ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞ് മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ലോജിക് റീസണിങ്ങിലാണ് തുടങ്ങുന്നത് തൊഞ്ചായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ആദ്യത്തെ 40 ക്വസ്റ്റ്യൻ ലോജിക് റീസണിങ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും 41ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത സെക്ഷൻ. അങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ നോക്കാം നമുക്ക്. അല്ലാതെ പെട്ടെന്ന് കൃത്യമായിട്ട് തന്നെ സെക്ഷനിലേക്ക് പോകാനായിട്ട് സാധ്യത കുറവാണ്. ഇനി യൂഷ്വലി ഇതിൻ്റെ ഓർഡർ വരാറ് ഫസ്റ്റ് ഒരു പാർട്ട് ഒരു ഇംഗ്ലീഷ്, പിന്നെ ഒരു മാത്സ്, പിന്നെ ഒരു ലോജിക് റീസണിങ്, പിന്നെ ഒരു GK ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് സാധാരണ ഓർഡർ വരാറ്. ചിലപ്പോൾ അങ്ങോട്ട് കൂടെ ഷഫിൾ ചെയ്യുമോ എന്ന് അറിയത്തില്ല. എന്ത് തന്നെയായാലും ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 50-40 ക്വസ്റ്റ്യൻ അപ്പോൾ അങ്ങോട്ട് കൂടെ മാറി നോക്കിയാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അഗെയിൻ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ദ ക്വസ്റ്റ്യൻ നമ്പർ ഓൺ ദ പാലറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി യൂസ് ടു ഗോ ടു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ഓപ്ഷൻ ഡയറക്ട്ലി. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നേരിട്ട് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡയറക്റ്റ് മൊത്തം ക്വസ്റ്റ്യൻസും കൂടെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ പാലറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. ആ പാലറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ഇത് പലരും ചോദിച്ച ഡൗട്ടാണ്. നമുക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ആൻസർ ചെയ്യാൻ അടുത്തേക്ക് പോകാൻ പറ്റുമോ, വേറെ സെക്ഷനിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ സെക്ഷൻ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടും പറഞ്ഞു. ചിലപ്പോൾ അവിടെ എങ്ങനെ എഴുതണം നിർബന്ധമില്ല, ഇന്ന സെക്ഷൻ ഇന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളൊരു മെത്തേഡാണ്
ഒന്നെങ്കിൽ ഒരു സെക്ഷൻ ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്പണിംഗ് സെക്ഷൻ ഒരു ഇംഗ്ലീഷ് പാർട്ടാണെങ്കിൽ അടുത്ത 50 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആയിരിക്കണം, പിന്നെ വീണ്ടും 50 ക്വസ്റ്റ്യൻ മാത്സ് ആയിരിക്കണം, പിന്നെ 40 ക്വസ്റ്റ്യൻ ജോളജിക്കനായിരിക്കണം, പിന്നെ 141 മുതൽ 102 വരെയുള്ള ക്വസ്റ്റ്യൻ GK ആയിരിക്കണം. അങ്ങനെയാണ് വരാൻ സാധ്യത. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അതനുസരിച്ച് രീതിയിൽ നിങ്ങൾക്ക് ലോജിക്കലി ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ മാറിയെടുക്കാം. ഓക്കെ, ദ ആൻസേർഡ് ക്വസ്റ്റ്യൻ വിൽ ബി ഹൈലൈറ്റഡ് ഗ്രീൻ. അപ്പോൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും, പക്ഷേ അല്ലാണ്ട് ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ഗ്രീൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ്റെ കൗണ്ടൊക്കെ കിട്ടും. ഓക്കെ, ലെഫ്റ്റ് കോർണർ ഓഫ് ദ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് ശ്രദ്ധിക്കുക. വെൻ ദ ടൈമർ ആൻഡ് ദ റൈറ്റ് കോർണർ ഹിറ്റ് ദ 0, the candidate will be redirected to statistics page. അപ്പോൾ നിങ്ങൾ 0 വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പേജിലേക്കാണ് കിട്ടുന്നത്. അതായത് വെച്ചാൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, എത്ര ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ റിവ്യൂ ചെയ്തു, ആൻസർ ചെയ്യാത്ത എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് എന്നെല്ലാം കൂടെ കാണിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പേജിലേക്ക് വന്നിട്ടാണ് എക്സാം അവസാനിക്കുന്നത്. മറ്റു ചില ഇൻഫർമേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. ഓൾറെഡി നമ്മൾ മലയാളം ഡോക്യുമെൻറ്റിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. മറ്റ് അൺഫെയർ പ്രാക്ടീസുകളെ ഒന്നും പാടില്ലാന്ന് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അഗൈൻ ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു. എ ഷീറ്റ് ഓഫ് പേപ്പർ ഫോർ റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. Candidates must write their roll number and name at the top of the paper and put a signature also. This sheet should be returned to the invigilator at the end of the examination. Very important. അപ്പം നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പേപ്പർ അവിടെ തരും. അതിൽ നിങ്ങൾ റോൾ നമ്പർ പേര് എഴുതുക. റെഫർ ചെയ്ത് ഉപയോഗിച്ച ശേഷം നിങ്ങൾക്കത് തിരിച്ച് ഇൻവിജിലേറ്ററിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം പോരാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി പറയുന്നത്, നിങ്ങൾക്ക് പേനയും പെൻസിലും പേപ്പറും കൊണ്ടുപോകാം. പേനയും പെൻസിലും കൊണ്ടുപോകാം, പേപ്പർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പേപ്പർ നിങ്ങൾക്ക് അവിടുന്ന് റഫ് വർക്ക് പേപ്പർ നിങ്ങൾക്ക് അവിടുന്ന് എക്സാം ഹാളിൽ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ അതിൽ നിങ്ങളുടെ റോൾ നമ്പറും പേരും എഴുതിയ ശേഷം നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാം. ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് ഇൻവിജിലേറ്റർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ റഫ് വർക്കിനുള്ള പേപ്പറുകൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പേനയും പെൻസിലും റൈറ്റിംഗ് മെറ്റീരിയൽസ് നിങ്ങൾ കൊണ്ടുപോകുക. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. പേപ്പർ നിങ്ങൾക്ക് അവിടെ ലഭ്യമാവും. പെൻസിൽ, പെൻ, ഹാൾ ടിക്കറ്റ്, ID card. Very important things. Okay. In examination hall, candidates must put a signature in the attendance sheet. Provide attendance sheet മാർക്ക് ചെയ്യണമെന്ന കാര്യം ഓർപ്പിക്കുന്നു. മോക്ക് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ്. അതും വീണ്ടും എടുത്തു പറയുന്നു. വൺസ് കാൻഡിഡേറ്റ്സ് റിപ്പോർട്ട് ദ എക്സാം വെന്യൂ, he or she will not be permitted before leaving the exam. ഇത്രയും കാര്യങ്ങളാണ് ജനറലി പറയുന്നത്. ഇനി ടൈം മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. നമ്മുടെ പ്ലാൻ വേണം ടൈം മാനേജ് ചെയ്യാനായിട്ട്. 150 മിനിറ്റ് 150 ക്വസ്റ്റ്യൻസും ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു സെക്ഷൻ എത്ര സമയം ഞാൻ എടുക്കുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊരു ഞാൻ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു സെക്ഷൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ചാണ് വരാറ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫസ്റ്റ് സെക്ഷൻ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ എത്ര സമയം മാറ്റിയിരിക്കുന്നു. ഓരോരുത്തരും ഓരോ പ്ലാനായിരിക്കും ഉണ്ടാക്കേണ്ടത്. കാരണം നിങ്ങൾ ചില ആൾക്കാർ ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം, ചില ആൾക്കാർ മാത്സ് ആയിരിക്കും എളുപ്പം, ചില ആൾക്കാർ ജനറൽ നോളജ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ലോജിക്കൽ റീസണിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര സമയം മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, എത്ര സമയം ലോജിക്കൽ റീസണിങ് സ്പെൻഡ് ചെയ്യണം, എത്ര GK. അപ്പോൾ GK ക്വസ്റ്റ്യൻസിന് വേണ്ടി വളരെ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്താൽ മതിയാവും. പക്ഷേ ഞാൻ പറയുന്നത് GK എല്ലാം 150 ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങളുടെ കണ്ണെത്തണം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഒരുപാട് സമയം നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ GK ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സെക്ഷനിലേക്ക് എത്തണം. അതുകൊണ്ട് സെക്ഷൻസിൻ്റെ ഒരു സമയം ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇംഗ്ലീഷും കുഴപ്പമില്ല, അങ്ങനെ ഒരു ആവറേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ മാത്സിനും കൂടുതൽ സമയം എടുക്കേണ്ട രണ്ട് ഏരിയ, അത് മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആണ്. അപ്പോൾ അതിന് മാത്സിൻ്റെ 50 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങളൊരു 50 മിനിറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി ഒരു 1 അവർ എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ 50 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഓർക്കണം. നമ്മൾ ചിലപ്പോൾ അതിൽ 20 ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ മാക്സിമം 30 ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ. ഇതുപോലെ ലോജിക്കൽ റീസണിങ് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 ക്വസ്റ്റ്യൻസ് നമുക്കൊരു അത് ചെയ്യാനായിട്ട് വീണ്ടും നമുക്കൊരു 40 മിനിറ്റ് ഒക്കെ മാക്സിമം നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിന് 50 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് 50 മിനിറ്റിൻ്റെ ആവശ്യം അത്ര നിർബന്ധമില്ല. നമുക്ക് ചിലപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടെ സമയം നമുക്ക് ക്രഞ്ച് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിന് GKക്ക് 40 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്കൊരു 15 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ GKക്ക് സമയം സേവ് ചെയ്തിട്ട് ആ സമയം നമ്മൾ കൂടുതൽ ടൈം എടുക്കേണ്ട ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ലോജിക്കൽ റീസണിങ്ങിനൊക്കെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാനോടെ തന്നെ നിങ്ങൾ തന്നെ നേരത്തെ പോവുക. 3 മണിക്കൂർ ഞാൻ എങ്ങനെയാണ് സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാനോടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻസിലേക്കും ഒരുവിധം 120 ക്വസ്റ്റ്യൻസിലേക്കും നിങ്ങളുടെ കണ്ണ് ഓടിച്ചെത്തും. അങ്ങനെ ഓടിച്ചെത്തിയായിട്ടുള്ള പ്രയോജനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മിസ്സായി പോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. സോ പലപ്പോഴും നമുക്ക് ആദ്യത്തെ കുറേ ചില ആളുകൾ ചെയ്യുന്ന റോങ് സ്ട്രാറ്റജി ഇതാണ്. ഒരറ്റം മുതൽ തുടങ്ങും, പക്ഷേ അവർക്കൊരു 10-70 ക്വസ്റ്റ്യൻസ് മാത്രമേ തീരുള്ളൂ. അപ്പോഴത്തേക്ക് 3 മണിക്കൂറായി തീരും. പക്ഷേ പിന്നീട് പോയിട്ട് ചിലപ്പോൾ ഒരു 110 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ തൊടാൻ പോലും പറ്റാത്തില്ല, അത് വായിച്ചു നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഓരോ സെക്ഷനും നിങ്ങളുടെ ടൈം സെറ്റ് ഔട്ട് ചെയ്ത് അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അത് ചെയ്യുക. വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. കാരണം അനാവശ്യമായ സമയം കളയരുത്. ചിലപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ സെക്ഷനിൽ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മളുടെ ചുമ്മാ ഒരു 2, 3, 4 മിനിറ്റൊക്കെ ഒരു ക്വസ്റ്റിന് വേണ്ടി സമയം കളയരുത്. നമുക്ക് അത്രയും സമയം കളയാനില്ല. അങ്ങനെ പ്ലാനോടെ വ്യക്തമായിട്ട് പോവുക, നന്നായിട്ട് സ്കോർ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് മറ്റൊരു കാര്യം എടുത്ത് പറയുന്നു, ഒരുപാട് ഗസ് വർക്ക് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് മാർക്ക് കൂട്ടരുത്. ഇപ്പോൾ നിങ്ങൾക്ക് 100 എണ്ണം ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുക. 100 എണ്ണം ആൻസർ ചെയ്തു, നിങ്ങൾ 50 എണ്ണം നമുക്ക് ശരിയാണെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ 50 എണ്ണം തെറ്റാണ്, 50 എണ്ണം ഗസ് ചെയ്ത് പോയി. പക്ഷേ ചിലപ്പോൾ നമുക്ക് 50 എണ്ണം ഗസ് ചെയ്താണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ശരിയാണെന്ന് ഉറപ്പിച്ച ക്വസ്റ്റ്യൻ പോലും തെറ്റും. അപ്പോൾ ചിലപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് 30 എണ്ണം ശരിയും 7 എണ്ണം തെറ്റുമാണ് പറ്റുന്നത്. അപ്പോൾ 30 എണ്ണം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 30 × 4 120. പോയിട്ട് നിങ്ങൾക്ക് 7 എണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ 120 - 70 നിങ്ങളുടെ മാർക്ക് 50 മാർക്കിലേക്കായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ട് ഒരുപാട് ഗസ് വർക്ക് ചെയ്യരുത്. പക്ഷെ നമുക്ക് ഏകദേശമൊക്കെ ഒരു പ്രോബിലിറ്റി നോക്കിയിട്ട് നമ്മൾ മൊത്തം ഒരു എഴുതിയ ക്വസ്റ്റ്യൻ്റെ ഒരു 10% അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ വേണമെങ്കിൽ ഗസ്റ്റൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഒരു ഏകദേശമൊക്കെ ഒരു ഭയങ്കര ബ്ലൈൻഡ് ഗസ് അല്ലെങ്കിലും എയോ ബിയോ എന്നുള്ള ചെറിയ ഡൗട്ടൊക്കെ തോന്നും, അങ്ങനെ ചെറിയ ഗസ്റ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക എന്നുള്ളതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ്, നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക, എന്നാലും ഉള്ള സമയം വെച്ച് മാക്സിമം ആൻസർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്രീഫിംഗ് വീഡിയോയിലുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വീണ്ടും നാളത്തെ ദിവസങ്ങൾ നമ്മൾ ഏതാനും പ്രിപ്പറേറ്ററി വീഡിയോസും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചില ഏരിയാസ് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നാളത്തെ ദിവസങ്ങളിൽ നാളത്തെ ദിവസം മോർണിംഗ് മുതൽ നമ്മൾ ഏകദേശം ഒരു 4-5ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് ഓൺലൈനിൽ നമ്മുടെ ചാനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. സോ വിൽ വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. വിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. See you in another video. Bye bye.